വിശദമായ വാർത്തകളിലേക്ക്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് 2 പേർക്ക് പരിക്ക്. ഒരു സ്ത്രീക്കും കുട്ടിക്കുമാണ് പരിക്കേറ്റത്. 14-ാം വാർഡിലെ കെട്ടിടത്തിലെ ശുചിമുറിയോട് ചേർന്ന ഭാഗമാണ് ഇടിഞ്ഞു വീണത്. അടച്ച കെട്ടിടമാണ് വീണതെന്നായിരുന്നു സ്ഥലത്തെത്തിയ മന്ത്രിമാരുടെ പ്രതികരണം. എന്നാൽ മന്ത്രിമാരെ തള്ളി ഡോക്ടർ രംഗത്ത് വന്നു. കെട്ടിടത്തിൽ ആളുകൾ ഉണ്ടായിരുന്നതായും ശുചിമുറി മാത്രമാണ് അടച്ചിരുന്നതെന്നുമാണ് പ്രതികരണം. ഞാൻ അപ്പുറത്ത് 3-ാം വാർഡിൽ ഡ്യൂട്ടിയിലായിരുന്നു. ശബ്ദം കേട്ട് ഓടി വന്നതാണ്. ഞാൻ വന്നപ്പോഴത്തേക്ക് ബിൽഡിംഗ് താഴെ പതിച്ചിരിക്കുന്നതാണ് കണ്ടത്. ആൾക്കാരെ ഉണ്ടായിരുന്നില്ല, കാഷ്വാലിറ്റിയോട്ട് മാറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടോയെന്നറിയില്ല. ഭയങ്കര ശബ്ദമായിരുന്നു. ഈ വാർഡിലുള്ള ഞങ്ങളുടെ സ്റ്റാഫൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് വരണ്ടു. ഞാൻ ഈ അപ്പുറത്തെ ബിൽഡിങ്ങിന് അങ്ങേ അറ്റത്താണ്, അവിടം വരെ കേൾക്കായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ വലിപ്പം മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. വാർഡ് ഒഴിപ്പിച്ചിട്ടില്ല, വാർഡിൽ ആളുണ്ട്, പക്ഷേ ബാത്റൂംസ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ അവിടെ മുകളിൽ 10-ലെ ബാത്റൂമിലെല്ലാം കയറിയാലേ ഉള്ളൂ. 11-ന്റെയും 14-ന്റെയും ബാത്റൂംസ് അടച്ചിട്ടേക്കാണ്. അതിനുള്ളിൽ വാർഡ് ഭാഗത്ത് ആള് പക്ഷേ ഉള്ളതാ. വാർഡ്സ് ഫുള്ളാണ്. ഇതുവരെ ഞങ്ങളുടെ വാർഡ്സിൽ നിന്ന് ഷിഫ്റ്റിംഗ് നടക്കുന്നതല്ലേ ഉള്ളൂ. പുതിയ ബിൽഡിംഗ് കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ എല്ലാം ആവാതെ നമുക്ക് പേഷ്യൻസിനെ അങ്ങോട്ട് മാറ്റാൻ പറ്റില്ലല്ലോ. വാർഡ്സിൽ ആളുണ്ട്. ഇപ്പം നിലവിൽ അപകടം ഈ ബാത്റൂം ഭാഗത്ത് മാത്രമാണ്. ഈ ബാത്റൂം ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരുന്നെങ്കിൽ ഇതുപോലല്ല. പേഷ്യൻസ് ഒത്തിരി ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇത് ഓർത്തോ പേഷ്യൻസ് ആണോ ഈ വാർഡിലുള്ളത്? കൂടെ ഇത് സർജിക്കൽ ബ്ലോക്ക് ആണ്. അപ്പം ഓർത്തോയും സർജറിയും ഉള്ള പേഷ്യൻസ് ആണ്. പ്രീ ഓപ്പും പോസ്റ്റ് ഓപ്പും കിടപ്പുണ്ട്. വിവാദമാവുകയാണ്, രാഷ്ട്രീയ വിവാദം കൂടിയാവുകയാണ് വിഷയം. സർക്കാരിന്റെ വീഴ്ച എന്നാണ് പ്രതിപക്ഷ ആരോപണം. എങ്ങനെയാണ് അതിപ്പോ നിങ്ങൾ അങ്ങോട്ടൊന്ന് കയറിയാൽ മാത്രം മതിയല്ലോ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോഴും ആൾക്കാർ അവിടെ ഉണ്ട്. ഈ 3 നിലയിലും ആളുണ്ട്. ഇത് 3 നിലയുടെയും ബാത്റൂം ഇതല്ലേ. അവർ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയും ഒരു വിശ്വാസത പോട്ടെ, അവർ പറയുന്നു വേണ്ടേ നമുക്ക് അംഗീകരിക്കാന്ന് വെച്ചു. പക്ഷെ ഇതൊന്നും പൊളിച്ച് മാറ്റുവാൻ, എന്നിട്ട് ഓൾട്ടർനേറ്റീവ് ഒരു സിസ്റ്റം ഉണ്ടാക്കുവാനുള്ള ഉത്തരവാദിത്തം മെഡിക്കൽ കോളേജിനല്ലേ. അപ്പൊ ഇവരുടെ ഒരു ജീവന് എന്തെങ്കിലും അപകടം പറ്റിയിരുന്നെങ്കിൽ ആരും ഉത്തരം പറയും? നമുക്ക് ഇപ്പോഴും ഇത് ക്ലിയർ ചെയ്യാനുള്ള നടപടി വേഗത്തിലല്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിപ്പോഴും ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത്രയും നേരമായിട്ട് ഒരു വണ്ടി വരാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എമർജൻസി പ്രൊവിഷൻസ് അനുസരിച്ച് ഇതേപോലത്തെ വണ്ടികൾ കയറി വരാനുള്ള സാഹചര്യം ഒരുക്കണമെന്നുള്ളതാണ്. പക്ഷെ അത് ഇവിടെ ഒരുക്കിയിട്ടില്ല. കാരണം എല്ലാം കെട്ടിയടച്ചു വെച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു വളരെ കൺസേണിങ് ആയിട്ടുള്ള കാര്യം. കാരണം ഇവിടെ സാധാരണക്കാരൻ വരുന്ന സ്ഥലത്ത് അത് ഇത്രയും സേഫ്റ്റി ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഒരു സ്ത്രീയെ കാണാനില്ലെന്ന സംശയത്തെ തുടർന്ന് JCB സ്ഥലത്തെത്തിച്ച് പരിശോധന തുടരുകയാണ്. ശ്രീജിത്ത് സംഭവ സ്ഥലത്ത് നിന്നും ചേരുന്നു. ശ്രീജിത്ത്, ആദ്യം വലിയ അപകടമല്ല, ആർക്കും പരിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഒരു സ്ത്രീയെ കാണാനില്ല എന്ന പരാതി ഉയർന്നിരിക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. JCB ഉപയോഗിച്ച് കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റി രക്ഷപ്പെടുത്താനുള്ള ശ്രമം അവിടെ തുടരുകയാണ്. 14-ാം വാർഡിലെ കെട്ടിടമാണ് പൊളിഞ്ഞു വീണത്. വലിയ ഒരു അപകടമാണ്. തലനാരിഴയ്ക്കാണ് പലരും രക്ഷപ്പെട്ടതെന്ന് പറയാം. രോഗികൾ നിറയെയുള്ള ഒരു കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് പൊളിഞ്ഞു വീണിരിക്കുന്നത്. ആദ്യം ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്നും ആരുമില്ല എന്നുമൊക്കെ പറഞ്ഞ വാദങ്ങൾ ഉയർത്തിയെങ്കിലും ഇപ്പോൾ അവിടുത്തെ ഡോക്ടർ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് അവിടെ അതിന് തൊട്ടടുത്ത് വരെ രോഗികളുണ്ടായിരുന്നു, ശുചിമുറികൾ മാത്രമാണ് അടച്ചിരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഒരാൾ കെട്ടിടാവശിഷ്ടത്തിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. രക്ഷപ്പെടുത്താനുള്ള ശ്രമം അവിടെ തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. JCB ഉപയോഗിച്ചുകൊണ്ട് ഇടിഞ്ഞു വീണ കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റുകയാണ്. ശ്രീജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, നിലവിലെ അവസ്ഥ എന്താണ്? ആ കാണാതായ സ്ത്രീ തന്നെയാണോ അവിടെ കുടുങ്ങിയിട്ടുള്ളതെന്നാണോ മനസ്സിലാക്കുന്നത്? ഒരു സ്ത്രീയാണ് ഇതിനുള്ളിൽ നിന്ന് പുറത്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറിയിട്ടുണ്ട്. അതീവ ഗുരുതരാവസ്ഥയിലാണ്
അവരുടെ ശരീരം ഉണ്ടായിരുന്നത്. എന്തെങ്കിലും അപായം സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു അവരുടെ ശരീരം ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നും അവരെ ആശുപത്രിക്കുള്ളിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നേരത്തെ പ്രതീക്ഷിച്ചതുപോലെയല്ല, അല്പം ആശങ്ക നിറഞ്ഞ സാഹചര്യം തന്നെയാണ്. ഇതിനുള്ളിൽ ആളുകൾ കുടുങ്ങിയിരുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ് ഈ നിമിഷത്തിൽ ഏറ്റവും വലിയ വാർത്തയായി അത് മാറുകയാണ്. എന്തായാലും ഇവിടെ പലതരത്തിലുള്ള തർക്കങ്ങളും ഇപ്പോൾ ഉണ്ടാകുന്നു. ഇത് കണ്ടെടുത്ത ശേഷം ഇവിടെ നിന്ന് ആളുകളെ മാറ്റാനുള്ള ശ്രമം, ജനപ്രതിനിധികളടക്കം മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അത് പോലീസുമായി പലതരത്തിലുള്ള തർക്കങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും നേരത്തെ നമ്മൾ കണ്ടതുപോലെയല്ല, അതിനപ്പുറത്തേക്ക് ഇതിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നു. ഒരാൾ നിലവിൽ എന്തായാലും ഉണ്ട്. അവരുടെ സാഹചര്യം അതീവ ഗുരുതരമാണ്. ഒരു സ്ത്രീയുടേതാണ്. അപായം സംഭവിക്കാനുള്ള സാധ്യത തന്നെയാണ് അത് കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. പക്ഷേ ഇതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം ഇത് തന്നെയാണ്. ഇങ്ങനൊരു അപകടമുണ്ടായിട്ട് മണിക്കൂറുകൾ എടുക്കുകയാണ് ഒരു രക്ഷാപ്രവർത്തനം. മണ്ണ് മാറ്റാൻ, ക്ലിയർ ചെയ്യാൻ വലിയ താമസം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഫലത്തിൽ ഉണ്ടായിരുന്നത്. എന്തായാലും അത് അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് തന്നെ ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന സാഹചര്യമാണ്. ഇതിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നു. ഇനി ആളുകൾ ഉണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും വളരെ വേഗത്തിൽ ഈ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിദാരുണമായ സംഭവം നേരത്തെ തലയോലപ്പറമ്പ് സ്വദേശിനിയായ ഒരു സ്ത്രീയുടെ കാര്യമാണ് കേട്ടിരുന്നത്.